വഴിപ്പെടാനെന്ന് പഠിപ്പിച്ച അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് എന്നെ വഴിപ്പെടണമോ, എന്നെ വഴിപ്പെടാനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. من كان الله ورسوله أحب إليه مما سواه. ബഹുമാനം നിറഞ്ഞ തങ്ങളവരുടെ മഹലിൻ്റെ പ്രസിഡന്റ് മുസ്ലിയാർ അവരുടെ സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നബിദിന പരിപാടിയുടെ ഭാഗമായി ഈ പ്രദേശത്ത് സംഘടിപ്പിക്കുന്ന സല്ലു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീലാദ് പ്രോഗ്രാമിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വിവിധ ദിവസങ്ങളിൽ പല ഭാഗങ്ങളിലും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി കൊണ്ട് വിശ്വാസികൾ ഈ ഒരു ദൗത്യം ശിരസ വഹിച്ചുകൊണ്ട് ഇതിനെ ഏറ്റെടുക്കാനുള്ള കാരണം? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പരിശുദ്ധ റബീഉൽ അവ്വലിലെ വിവിധങ്ങളായ പരിപാടികൾക്ക് പ്രാധാന്യമുണ്ടാവാൻ കാരണമെന്താ? കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ ഒരായത്ത് കാണാം, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അത് വല്ലാത്തൊരായത്താണ്. നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പടച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിക്കൊണ്ടാണ്, അല്ലാഹുവിനെ വഴിപ്പെടാൻ വേണ്ടിക്കൊണ്ടാണ്. ആ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് വിളിച്ചോതുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പടച്ചത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിക്കൊണ്ടാണ്, എനിക്ക് വഴിപ്പെടാൻ വേണ്ടിക്കൊണ്ടാണെന്ന് പഠിപ്പിച്ച അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് എന്നെ വഴിപ്പെടണമോ, എന്നെ വഴിപ്പെടാനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് എന്നെ വഴിപ്പെടൽ? മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, മൻ യുതിഇർ റസൂല, ആരെങ്കിലും റസൂലിനെ വഴിപ്പെട്ടാൽ ഫഖദ് അതാ അല്ലാഹ്. വല്ലാത്തൊരു പ്രയോഗമാണ്. മാവിയുടെ മുമ്പിൽ ഖദ് കടന്നാൽ തഹ്ഖീഖിനാണെന്ന് പിന്നെ നഹ്വ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് ഗ്രാമറാണ്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് ഇത് പ്രയോഗിച്ചത്. അതായത് റസൂല, ആരെങ്കിലും റസൂലിന് വഴിപ്പെട്ടാൽ ഫഖദ് അതാ അല്ലാഹ്, തീർച്ചയായും അവൻ അല്ലാഹുവിന് വഴിപ്പെട്ടിരിക്കുന്നു. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത്, അല്ലാഹുവിന് മാത്രം വഴിപ്പെടൽ, ആ വഴിപ്പെടാനും ഇബാദത്ത് ചെയ്യാനും എല്ലാം അല്ലാഹുവിൽ അവലംബിക്കാനും പഠിപ്പിച്ച റബ്ബ് എങ്ങനെയാണ് അല്ലാഹുവിന് വഴിപ്പെടേണ്ടതെന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മൻ യുതിഇർ റസൂൽ, എന്റെ റസൂലിന് വഴിപ്പെട്ടാൽ ഫഖദ് അതാ അല്ലാഹ്, തീർച്ചയായും അവൻ എനിക്ക് വഴിപ്പെട്ടിരിക്കുന്നു. റസൂലിന് വഴിപ്പെടൽ, അതാണ് ഇന്ന് ലോകത്ത് ആർക്ക് എന്തൊക്കെ തരത്തിലുള്ള അനവസരങ്ങൾ അനുഭവപ്പെട്ടാലും